കുടിച്ച് രസിക്ക്. കൊച്ചിനെ, നീ നിന്റെ പിള്ളേരെ ശരിക്ക് തൊഴിൽ പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ നല്ലോണം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ എന്റെ ശിക്ഷ തീരും. പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മോഷണം നടത്തും. തീർച്ചയായും. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന് അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത്രു, എന്റെ ഗുരു. കടലിൽ കൊള്ളയടിക്കാനുള്ള എന്താ ഉപ്പോ? എടാ കൊച്ചുണ്ണി, ഈ മാതിരി ആൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടെടുക്കുന്നത്. ഒന്ന് മിണ്ടാതെ. എടാ മണ്ടന്മാരെ, പണ്ട് കാലത്ത് നമ്മളെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു. അത് വിമാനത്തിലോ തീവണ്ടി മാർഗം ആയിരുന്നില്ല, കപ്പൽ മാർഗം, കടൽ മാർഗം. അന്ന് കിണ്ടല് കണക്കിന് സ്വർണ്ണം ഇവിടുന്ന് അങ്ങട്ട്, വെള്ളി അവിടുന്ന് ഇങ്ങോട്ട്, പെട്രോൾ ഇവിടുന്ന് അങ്ങട്ട്, എണ്ണ അവിടുന്ന് ഇങ്ങോട്ട്. ഈ സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള കടൽ കൊള്ളക്കാർ 1000കണക്കിന് കപ്പലുകൾ ഇവിടെ മുക്കിയിട്ടുണ്ട്. ഓ, അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത്. ഗുരുവേ, യവന്മാർക്ക് വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം. കുറച്ചു ദിവസം അവിടുന്ന് എന്റെ കൂടെ നിൽക്കണം. ഇപ്പൊ ടൈമില്ല, പരോളിലാണെങ്കിലും ട്രൈ ചെയ്യാം. നമ്മളിങ്ങനെ വെറുതെ ഇരുട്ടത്തിരുന്ന് കായലിലോട്ട് നോക്കിയിട്ട് എന്ത് കാര്യം? അതെ, തുടക്കമൊക്കെ കൊള്ളായിരുന്നു. ബിയർ, കോഴി, നാടൻ. ഗുരുവിന്റെ പോക്കറ്റിന്റെ ആപ്പീസ് പൂട്ടിയെങ്കിൽ ഞാൻ പിള്ളേരെ കൊണ്ട് പൊക്കോട്ടെ. ഓണ പോക്കിൽ വല്ല ചായക്കടയോ മുറുക്കാൻകടയോ കുത്തി തുറന്ന് സ്ഥലം വിട്ടേക്കട്ടെ. കൊച്ചുണ്ണി, എന്റെ വാസ്തവസ്ഥിതി അറിഞ്ഞാൽ കൊച്ചുണ്ണിക്ക് എന്നെ വിട്ടു പോകാൻ ഒക്കൂല. 3 കാര്യത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാളെ സഹായം തേടിയില്ല. അറിയാലോ, പെണ്ണെട്ടാൻ, കുട്ടികളുണ്ടാക്കാൻ, മോഷ്ടിക്കാൻ. ആ ബ്രെയിൻ ഇന്നും ഇരിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ തടി കളിക്ക് പണിയെടുക്കാനുള്ള താക്കത്തില്ല മോനെ. പുരാണം നിർത്തി കാര്യം പറയാന്നേ. പാതിര തങ്കപ്പാ ഉണ്ടായി, ഗുരു പറയട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ കിടന്ന് ഇളകിമറിയുന്നുണ്ട്. നേരാണ് കൊച്ചുണ്ണി. അനക്കറിയോ, കെട്ടുപ്രായം കഴിഞ്ഞിരിക്കണ എന്റെ മോൾ അലിക്ക തയ്ച്ച് വിറ്റിട്ടാണ് ഇങ്ങക്കൊക്കെ ആ പാർട്ടി നടത്തിയത്. വേറെ വഴിയില്ലാഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു നിക്കാഹൊത്ത് വന്നിട്ടുണ്ട്. കൊച്ചുണ്ണും ശിഷ്യന്മാരും എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ പരോള് കഴിയുന്നതിന് മുമ്പ് നമ്മളെ തടിതാ ഈ കായലുണ്ടാവും. എന്റെ ഗുരു അങ്ങനെ പറയരുത്. എന്ത് സഹായം വേണമെന്ന് പറ. ഗുരുവിന് ഞങ്ങളുടെ ഉയിര് വേണമെങ്കിൽ തരാം. നിങ്ങൾ കൊള്ളാവുന്ന രീതിയിൽ ഒരു മോഷണം നടത്തി തന്ന എന്റെ മോളെ നിക്കാഹ് നടക്കും. ചെറിയൊരു സ്ത്രീധനം, അത്യാവശ്യം ചില ആഭരണങ്ങൾ. സമാധാനമായിട്ടിരിക്കണം. ഗുരുവിന്റെ ബ്രെയിനും ഞങ്ങളുടെ തടിയും ഒത്തുചേർന്നാൽ പാലാട്ട് കോമന്റെ കോട്ടയ്ക്കകത്ത് കയറിപ്പോലും മോഷ്ടിക്കാം. കോട്ടയിലേക്കൊന്നും പോണ്ട, ഞാൻ ഇവിടെ വലിയൊരു ഹോട്ടൽ കണ്ടു വെച്ചിട്ടുണ്ട്. സുബ്രഹ്മണി, ஐயர் வந்துட்டு இருக்காரு. சம்பு ஐயர், ஒரு ஸ்பெஷல் டீ, ஒரு ஸ்பெஷல் மசாலா தோசை, எல்லாம் மாமூல். என்ன முதலாளி, சௌக்கியமா? சௌக்கியம். உட்காரு உட்காரு. പാതിരാ തങ്കപ്പൻ, എടാ ഭയങ്കര. ദിനത്തന്തി വരില്ല ഇന്നക്ക്? വന്നിരിക്കേ. കൊഞ്ചക്കോട് അവിടെ മുങ്ങിട്ട് അവൻ ഇവിടെ പൊങ്ങിയ. വെള്ളപ്പകുതിയിൽ முதலமைச்சர் மழையில் நனைந்து கொண்டே குறைகளை கேட்டார். ബാധിക്കപ്പെട്ടവർക്ക് ഉണവ് പൊട്ടളം. മലയാളം പോലും വായിക്കാൻ അറിയാത്ത ഇവൻ തമിഴ് വായിക്കുന്ന. തേങ്ങിക്കിടക്കും തണ്ണീரை പമ്പ് വൈത്ത് അകற்ற അധികാരികൾക്ക് കട്ടളയിട്ടാർ. എടാ തങ്കപ്പ, എടാ പാതിരാ തങ്കപ്പ, തങ്കപ്പ നിലവാ പുല്ലേ അവിടെ.
പാതിരാവാ യാർ നീ? യാർ നീയാ? എടാ ഞാൻ തോമാ, തൊരപ്പൻ. തുറപ്പനാ? എന്ത് തുറപ്പൻ? എന്നെ നിനക്കറിയില്ലേ? നീ പേശരുത് എന്നെ മൊഴി. ഒണ്ണുമേ പുരിയില്ലേ? ഉനക്ക് എന്നപ്പാ വേണോ? എടാ തെണ്ടി, പകല് മുഴുവൻ ഉറങ്ങുകയും പാതിരാക്കി ഡ്രാക്കുളയെ പോലെ എഴുന്നേറ്റ് മോഷ്ടിക്കുകയും ചെയ്യുന്ന നിനക്ക് പാതിരാ തങ്കപ്പൻ എന്ന് ഓമനെ പേരിട്ട ഈ തൊരപ്പൻ തോമയെ നീ മറന്നുപോയടാ. പൈത്യം, എനിക്ക് നിറയെ വേല ഇരിക്ക്. അപ്പൊ നീ തങ്കപ്പൻ അല്ലയാ? ഇല്ല. മലയാളം തെരിയാതാ? തെരിയാത് തെരിയാത് തെരിയാത്. സോറി, ഞാൻ വേറെ മനിതനെന്ന് നനച്ചേ. വണക്കം. വണക്കം. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അപ്പൊ നീ മലയാളം മറന്നിട്ടില്ലല്ലേ? മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല. അയ്യോ അയ്യോ തോമാ. അപ്പൊ നീ പേരും പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാ. ജാതി മാറി, പേര് മാറി, പെണ്ണും കെട്ടി, ഭാര്യയുടെ പേര് ജ്ഞാനസുന്ദരി. എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഇന്ന് ഞാൻ ശംഭു അയ്യരാണ്. മോഷണം, പിടിച്ചു പറി തുടങ്ങിയ കലകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. സ്ത്രീധനമായിട്ട് എനിക്ക് 2 ടാക്സി കാറുകൾ കിട്ടി. എന്റെ കഠിനാധ്വാനം കൊണ്ട് ഞാനത് 4 ടാക്സി കാറാക്കി. നീ ജയിലിൽ ചാടിയോ? അല്ല, പരോളിലാണ്. 2 ദിവസത്തിനകം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും നിന്നെ പോലാവും. ഏതായാലും നിന്നെ കണ്ടത് നന്നായാലേ. നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ ഭാര്യയും ബന്ധുക്കളെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ. അത് മാത്രം വേണ്ട. അത് ബ്രാഹ്മണന്മാരല്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും. ബ്രാഹ്മണനോ? അതെ, ശംഭു അയ്യർ. എന്നാലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ നിന്റെ ഭാര്യയെ ഞാനൊന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എവിടെ ഒന്ന് തങ്ങുന്നത്? അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ നല്ലൊരു തുക്കട ലോഡ്ജ് ഉണ്ട്. അവിടെ തങ്ങിക്കോ. തുക്കട ലോഡ്ജ്? അതെ, നിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കണല്ലോ. ഞാൻ വൈകുന്നേരം വരാം. വരണമെന്നില്ല, വൈകുന്നേരം പോലീസ് അവിടെ എത്തും. നിനക്കൊരു കാര്യം അറിയാവൂ, നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്ക് 10,000 രൂപ ഗവൺമെന്റ് തരും. ഇനാം പ്രഖ്യാപിച്ചത്. ആ പണം കൊണ്ട് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ താമസിക്കാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. എന്റെ വീട്ടിലൊഴിച്ച് എവിടെയാ നിനക്ക് താമസിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം. അത് വേണോ? വേണം. 2 ദിവസമെങ്കിൽ 2 ദിവസം. അന്തസ്സുള്ള കള്ളന്മാരെ പോലെ എനിക്കൊന്ന് സൂഹിക്കണം. வெயிட் பண்ண வேணாம். காலையில கலெக்ஷனோட வீட்டுக்கு வா. நாங்க எங்க போனது வந்தது யாருக்கிட்டே சொல்ல வேணாம். என்ன? சரி சார். രാധിക, നീ സംസാരിക്കാൻ പോകണം. എന്നാ ഞാൻ നിന്നാ ശരിയാവില്ല. എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കാപാലികന്മാരുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ചാണ് ഇന്നലെ രക്ഷപ്പെട്ടത്. കൊള്ളയും കൊള്ളിവെപ്പും ഞാൻ എന്നെ നിർത്തിയില്ലേ ഈശ്വര. എന്റെ സമാധാന ജീവിതം തകർക്കല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പടം ടിവിയിൽ വരുത്തിയത് കുറച്ച് കടന്നു കൈയായി പോയി. ഏതായാലും വന്നത് വന്നു. ഇനിയും എന്നെ സെൻട്രൽ ജയിലിലേക്ക് അയക്കല്ലേ മുറുഹ. இது என் மகள் ஞானம். ஹலோ. நமஸ்காரம். ஞானம், இவர் யார் மாதிரி இருக்கு? அது வந்து இறந்து போன உன் அண்ணன் சுப்பிரமணியம் மாதிரி இல்லே? ஆமாப்பா, அண்ணா மாதிரியே இருக்கார். அதே கண்ணு, அதே மூக்கு, அதே மீசை. கார் ஆக்சிடென்ட்ல அடிபட்டு சாகும் போது தலையில் இந்த மாதிரி 2 கெட்டு இருந்தது. இந்த மூஞ்சியை பார்க்கும் போது அந்த டெட் பாடியே வந்து முன்னால நிக்கிற மாதிரி தோணுது. அப்பா, இவர் யாருப்பா? இவரு கேரளாவிலே பெரிய போலீஸ் ஆபீசர். அப்படியா? வாங்க, ஆத்துக்குள்ள வாங்க. வாங்க. அப்பா, இவருக்கு தலையில என்னாச்சு? ஏதோ அயோக்கிய ராஸ்கல் அடிச்சு உதைச்சு இந்த கதிக்கு ஏதாக்கிட்ட.
அச்சச்சோ. கோயில இருந்து வரும்போது நடு ரோட்ல படுத்து நின்றார். அப்புறம் உட்காருப்பா. என் கண்ணில படாம இருந்தா இவருக்கும் நிச்சயமா உன் அண்ணன் கதையே வந்திருக்கும். பாவம். ஆமா, சம்பு எங்கே? பூஜை பண்ணிட்டு இருக்க. கூப்பிடவனே. ആര് ശുംഭു? சும்பு அல்லப்பா, சம்பு, என் மருமக புள்ள. என்ன என்ன பூஜை முடிச்சிட்டேளா? சித்த வரேளா? என்ன அப்பா கூட யார் வந்திருக்கான்னு பாருங்க. யாரு வந்திருக்கு? செத்து போன எங்க அண்ணா மாதிரியே ஒருத்தர். அப்படியா? என் மருமக பிள்ளையானதுனால சொல்லவில்லை, அவர் ஹரிச்சந்திரன் மாதிரி. ஆமா. എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. തൽക്കാലം എന്നെ ഇവിടെ നാട്ടിക്കല്ലേ സാർ. പ്ലീസ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുന്നത് എന്തിനാണ് സാർ? അവനൊരു പാഠം പഠിപ്പിക്കാൻ. ആണല്ലോ. പാഠം പഠിച്ചു കഴിഞ്ഞവനെ പിന്നെയും പിടിച്ചുകൊണ്ട് ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോ മര്യാദക്കാരനാണ്, കുറ്റവാളിയല്ല. 24 മണിക്കൂർ അധ്വാനിച്ച് ഒരു കുടുംബം പുലർത്തുന്നവനാണ്. ഇനിയും എന്നെ അഴിക്കകത്താക്കിയാൽ അതോടെ എന്റെ കുടുംബം വെള്ളത്തിലാകും. ഞാനൊരു സ്ഥിരം കുറ്റവാളിയായി മാറും. അങ്ങനെ മാറിയാൽ ഈ വിൻസെന്റ് ഡിസൂസ ഇടിച്ച് നിന്റെ അസ്ഥി കലക്കും. ഒരുത്തന്റെ അസ്ഥി കലക്കാൻ ഏത് മണ്ടനും കഴിഞ്ഞു എന്ന് വരും. പക്ഷെ കലങ്ങിയ അസ്ഥി ശരിപ്പെടുത്തി എടുക്കാൻ കുറച്ച് മിടുക്ക് വേണം. സാർ എത്ര വട്ടം പറഞ്ഞു, ഞങ്ങൾ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വന്നാലും ഞാൻ രണ്ടെണ്ണത്തിനെ പിടിക്കും. എന്നാ പിടിക്ക്. പക്ഷെ നിരപരാധികളായ ഞങ്ങളുടെ മനസ്സിന്റെ ശാപമേറ്റ് സാറും സാറിന്റെ കുടുംബവും നശിച്ച് വെള്ളത്തിലാകും. നോക്കി. എന്റെ പ്രശ്നം തനിക്കറിയാമോ? ആഭ്യന്തര മന്ത്രിയുടെ ബന്ധുവായതുകൊണ്ടാണ് എന്നെ കേസ് പിടിക്കാൻ വിട്ടതെന്നും ഞാനിവിടെ ചുമ്മാ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് പ്രതിപക്ഷത്തെ ദുഷ്ടന്മാർ അസംബ്ലിയിൽ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. പാവം മന്ത്രി അമ്മാവൻ പ്രതിപക്ഷത്തിന് ചുട്ട മറുപടി കൊടുക്കാനാവാതെ അമ്മാവൻ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. എന്റെ വരവിന്റെ ഉദ്ദേശം നിങ്ങളെ പിടിക്കൽ മാത്രമല്ല, അധോലോക തെണ്ടികളായ KRനെയും വിക്രമനെയും എനിക്ക് പൂട്ടണം. ഏത് വിക്രമൻ? നിങ്ങളെ കൊലയാളികളായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന അതേ വിക്രമൻ തന്നെ. KRും ഈ വിക്രമനും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. മയക്കുമരുന്ന്, കൊല, ആയുധക്കള്ളക്കടത്ത് എന്നിവയൊക്കെയായിരുന്നു ഇവരുടെ ഏർപ്പാട്. ഇവർ തമ്മിൽ തല്ലി പിരിഞ്ഞപ്പോൾ പരസ്പരം പാര വയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്റലിജൻസിന് ഈ വിവരങ്ങളെല്ലാം കിട്ടുന്നത്. അത് ശരി. ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വിട്ടിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത്. ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. അവന്മാരെ ഞാൻ പിടിച്ചാൽ മന്ത്രി അമ്മാവൻ ആണുങ്ങളെ പോലെ തല ഉയർത്തി നടക്കാൻ നോക്കും. അപ്പൊ പിടിക്കണം സാർ. തടി കൊണ്ടും ബുദ്ധി കൊണ്ടും എന്ത് സഹായം വേണമെന്ന് പറ, ഞാൻ ചെയ്യാം.